Hi students, welcome to X and Y NSMC classes. അപ്പോൾ നമ്മൾ ക്ലാസ് 10ലെ വർക്ക് എനർജി പവർ എന്ന ചാപ്റ്റർ ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ 9th പഠിച്ചിട്ടുണ്ടാവുക, പക്ഷേ ക്ലാസ് 10ലെ NSMCയിലായിരിക്കും ഇതിൽ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. എ ഫോഴ്സ് ഓഫ് 25 Newton acts on a block making an angle 60 degree with its horizontal displacement of 8 meter. Calculate the work done by the force. വർക്ക് ഡൺ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് എന്നായിരിക്കും അല്ലെ, എഫ് ഇൻറ്റു എസ്. പക്ഷെ ഈ ഇക്വേഷൻ ഒരു കുഴപ്പമുണ്ട്. ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിലാവുമ്പോഴാണ്. അതായത് കൊടുക്കുന്ന ഫോഴ്സിന്റെ ഡയറക്ഷനും അല്ലെങ്കിൽ ആ വെക്ടറും ഡിസ്പ്ലേസ്മെന്റ് വെക്ടറും തമ്മിൽ 0 ആംഗിൾ ആണ്, ആ ഡിഗ്രി അല്ലെങ്കിൽ ആ ആംഗിൾ എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് എസ് കോസ് തീറ്റ ആണ്. ഇതാ ഇവിടെ നോക്കാം, എഫ് എസ് കോസ് തീറ്റ. ഓക്കെ, അതായത് ഇതാ ഈ ബ്ലോക്കിൽ ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് ഇതാ ഇങ്ങോട്ടാണ്, ഡിസ്പ്ലേസ്മെന്റ് ഇതാ ഇങ്ങോട്ടാണ്. ഓക്കെ, അങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ആംഗിൾ തീറ്റയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അവർ തമ്മിലുള്ള ആംഗിൾ തീറ്റയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എഫ് ഡി കോസ് തീറ്റ അല്ലെങ്കിൽ എഫ് എസ് കോസ് തീറ്റ. എസ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, കാരണം എന്താണ്, നമ്മുടെ ഇവിടെ പെർട്ടിക്കുലർ ആംഗിളിലാണ് ഈ ഫോഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എൻ്റയർ ഫോഴ്സിന്റെ എഫേർട്ട് എന്ത് ചെയ്യുന്നില്ല, ഇങ്ങോട്ട് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്നില്ല. കുറച്ച് എഫേർട്ട് മുകളിലോട്ട് വെർട്ടിക്കലി വേസ്റ്റ് ആയി പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ വെക്ടർ റെസൊല്യൂഷൻ എന്നാ വിളിക്കുക. ഫോഴ്സിന്റെ ഒരു കമ്പോണന്റ് ഡിസ്പ്ലേസ്മെന്റിന് ആ ഒരു നേരെയുള്ള അല്ലെങ്കിൽ ആ ആംഗിളിലെ കമ്പോണന്റ് മാത്രമാണ് നമ്മൾ ഇത് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷനിലൊക്കെ ഇത് പഠിപ്പിക്കുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, എഫ് എസ് കോസ് തീറ്റയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ട വർക്കിന്റെ ഇക്വേഷൻ. ആ തീറ്റ 0 ആകുമ്പോഴാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള എഫ് ഇൻറ്റു എസ് എന്നുള്ള ഇക്വേഷൻ വരുന്നത്. ഓക്കെ, കാരണം അത് ഒരേ ഡയറക്ഷൻ ആണ്, എഫ് എസ് ഇൻറ്റു കോസ് 0 1 അങ്ങനെയാണ് എഫ് എസ്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ, കോമൺ ഇക്വേഷൻ ഏതാണ്, എഫ് എസ് കോസ് തീറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വർക്ക് ഡൺ കാണാം. 25 ന്യൂട്ടൺ ആണ് ആക്ട് ചെയ്യുന്നത്. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് ഉണ്ടായിട്ടുള്ളത്, 8 മീറ്റർ ആണ്. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്, 60 degree. So cos 60. Okay, so 25 into 8 into cos 60 എത്രയാണ്, 1/2. Okay, sin 60 √3/2, cos 60 1/2. So 4 into 25 that is 100 Newton എന്ന ആൻസർ വരും. സോറി, 100 ജൂൾ എന്ന ആൻസർ വരും. ഓക്കെ, 100 ജൂൾ. വർക്കിന് യൂണിറ്റ് ജൂൾ ആണ്, 100 ജൂൾ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എഫ് എസ് കോസ് തീറ്റ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ, മറന്നു പോകരുത്. ഓക്കെ, യെസ്. അപ്പൊ ന്യൂമറിക്കൽ പോയിന്റ് ഓഫ് വ്യൂല് എഫ് എസ് കോസ് തീറ്റ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് വർക്ക് ഈസ് കറക്റ്റ്. താഴെ പറയുന്ന പോലെ വർക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഓൺ ഒബ്ജെക്ട് മൂവിംഗ് ഹൊറിസോണ്ടലി ഓൺ എ ഫ്രിക്ഷൻലെസ് സർഫേസ് is 0 because the displacement is perpendicular to gravity. 0 വർക്ക് എപ്പോഴാണ് നടക്കുക, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും നമ്മളുടെ ആംഗിള് 90 ഡിഗ്രി ആകുമ്പോഴാണ് നമ്മൾ 0 വർക്ക് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റ് മൂവിങ് ഹൊറിസോണ്ടലി ആണ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് മൂവിങ് ഹൊറിസോണ്ടലി ആണ്. അതിൽ ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഫോഴ്സ് കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന വർക്ക് 0 ആണെന്നാണ് പറയുന്നത്. കറക്റ്റ് അല്ലേ? നമ്മളൊരു ഒബ്ജക്റ്റ് നേരെ പോകണമെന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റി താഴോട്ട് ആക്ട് ചെയ്യാം. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സ് തമ്മിലുള്ള ആംഗിൾ എത്രയാ, 90 ഡിഗ്രി. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്ന വർക്ക് 0 ആയിരിക്കും. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഓൺ ആൻ ഒബ്ജക്ട് മൂവിംഗ് ഹൊറിസോണ്ടലി ഓൺ എ ഫ്രിക്ഷൻലെസ് സർഫേസ് ഈസ് 0. ഓക്കെ, അതിന്റെ റീസണും കറക്റ്റ് ആണ്, ബിക്കോസ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ഗ്രാവിറ്റി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ ഇക്വേഷൻ ഒന്ന് ആലോചിച്ച് നോക്കേ. എഫ് എസ് കോസ് തീറ്റയിലെ ഈ എഫും എസും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയാൽ കോസ് 90 വരും. കോസ് 90 0 ആണ്, അതുകൊണ്ട് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 0 ആവും. ഓക്കെ, യെസ്. ഇനി ബാക്കി ഓപ്ഷൻസ് ഒക്കെ തെറ്റാണ്, നിങ്ങൾ വായിച്ചു നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ പോർട്ടർ ലിഫ്റ്റ്സ് suitcase of mass 20 kg to height of 1.5 meter and then carries it horizontally for 10 meter at constant velocity. Calculate the total work done by the porter against gravity. ഗ്രാവിറ്റിക്കെതിരെ പോർട്ടർ ചെയ്ത വർക്ക് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, സോ ഇവിടെ മാസ് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, എന്താ ചെയ്തിട്ടുള്ളത്, അയാൾ ആദ്യം 20 കിലോഗ്രാം മാസുള്ള ഒരു ഒബ്ജക്റ്റിനെ 1.5 മീറ്ററിലോട്ട് ഉയർത്തി. And then carries it horizontally for 10 meter at constant velocity. പിന്നെ 10 മീറ്റർ നേരെയും ഇയാൾ എന്ത് ചെയ്തു, മുന്നോട്ട്
കൊണ്ടുപോയി. ഓക്കെ, അപ്പൊ ആദ്യം എത്ര 20 കിലോഗ്രാം റൈറ്റ്? യെസ്, 20 കിലോഗ്രാം ഒബ്ജക്റ്റിനെ ഇയാൾ എന്ത് ചെയ്തു? ഒരു ഹൈറ്റിലോട്ട് ഉയർത്തി. ഓക്കെ ഓക്കെ, ആ ഹൈറ്റ് എത്രയായിരുന്നു? 1.5 മീറ്റർ. h is equal to 1.5 മീറ്റർ. ഓക്കെ, അപ്പൊ ഇതാണ് ഗ്രൗണ്ട് എന്ന് വിചാരിച്ചോ. പിന്നെ ഇത് ഉയർത്തിയതിന് ശേഷം മുന്നോട്ട് എത്ര സഞ്ചരിച്ചു? 10 മീറ്റർ കൊണ്ടുപോയി. ഓക്കെ, പക്ഷേ ഇറ്റ് ഡസന്റ് മാറ്റർ എത്ര മീറ്റർ കൊണ്ടുപോയിട്ടും കാര്യമില്ല. ഈ ഒരു കേസിൽ നേരെ കൊണ്ടുപോകുമ്പോൾ ഗ്രാവിറ്റി താഴോട്ടാണ്, ഡിസ്പ്ലേസ്മെന്റ് ഫ്രണ്ടിലോട്ടാണ്. അപ്പോൾ ഗ്രാവിറ്റിക്കെതിരെ ചെയ്യുന്ന വർക്ക് 0 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും 90 ഡിഗ്രിയാണ് ഇവർ തമ്മിലുള്ള ആംഗിൾ എന്നുണ്ടെങ്കിൽ ആ വർക്ക് 0 ആണ് സെക്കൻഡ് കേസിലുള്ള. പക്ഷെ ഇത് ഉയർത്താൻ, ഓക്കെ, നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യാനേ ഒരു വർക്ക് ചെയ്യണം. ഓക്കെ, കാരണം എന്താ? ഗ്രാവിറ്റി താഴോട്ടാണ്, മാസും ഡിസ്പ്ലേസ്മെന്റ് മുകളിലോട്ടാണ്. അപ്പോൾ അവർ തമ്മിലുള്ള 180 ഡിഗ്രിയാണ് ആംഗിൾ ഉള്ളത്. ഓക്കെ, സോ ഈ രണ്ട് കേസായിട്ട് കൺസിഡർ ചെയ്യാം. ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുന്ന വർക്കും മുന്നോട്ട് കൊണ്ടുപോകുന്ന വർക്കും. മുന്നോട്ട് കൊണ്ടുപോകുന്ന വർക്ക് 0 ആണ്, ബിക്കോസ് ഗ്രാവിറ്റി ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ് ആൻഡ് ദ ഒബ്ജക്ട് ഈസ് മൂവിങ് ഹൊറിസോണ്ടലി. സോ ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 90 ഡിഗ്രി. സോ ദ വർക്ക് ഈസ് 0. ഫസ്റ്റ് കേസിൽ ഗ്രാവിറ്റി താഴോട്ടാണ്, ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് മുകളിലോട്ടാണ്. ഓക്കെ, അപ്പോൾ ദർ ഈസ് വർക്ക്. ആ വർക്ക് എത്രയാണ്? അത് നെഗറ്റീവ് വർക്ക് ആയിരിക്കും. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ മാഗ്നിറ്റ്യൂഡിനാണ് പ്രധാനം. ഓക്കെ, അപ്പോൾ നമുക്ക് മാഗ്നിറ്റ്യൂഡ് കണ്ടാൽ മതി. വർക്ക് ഈസ് ഈക്വൽ ടു F into S cos theta. Cos 180 വരും, വിച്ച് ഈസ് -1. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നെഗറ്റീവ് സൈൻ ആയിരിക്കും വരിക. അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ഇവിടെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഫോക്കസ് ചെയ്യാം. ഫോഴ്സ് എത്രയാണ്? ഓക്കെ, ഫോഴ്സ് mg ആണ്. ഡിസ്പ്ലേസ്മെന്റ് 1.5 മീറ്റർ ആണ്. എന്തുകൊണ്ട് ഞാൻ ഫോഴ്സ് mg എന്ന് എഴുതിയത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ട് വലിക്കുമ്പോൾ ഉണ്ടാവുന്ന അയാളെ വെയിറ്റ് ആണല്ലേ. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയാ? m into g. വെയിറ്റ് ആണ് അയാൾ അല്ലെ. അപ്പൊ അതിനെതിരെയാണ്, അല്ലെങ്കിൽ അയാളെയാണ് നമ്മൾ പൊക്കുന്നത്. അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് അയാളെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും mg. മാസ് ഇവിടെ എത്രയാണ്? 20 കിലോഗ്രാം. g എത്ര എടുക്കാനാണ് പറഞ്ഞുള്ളത്? ടേക്ക് g as 10 meter per second square into 1.5. So 15 into 20, 200 plus 100, which is 300 joule. Okay, 300 joule. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് ടു സ്റ്റേറ്റ്മെന്റ്സ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ലീനിയർ മൊമെന്റം ഓഫ് പാർട്ടിക്കിൾ ഈസ് 0. ഓഫ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ 0. ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിന്റെ ലീനിയർ മൊമെന്റം ടോട്ടൽ ആഡ് ചെയ്താൽ, അല്ലെങ്കിൽ അതിന്റെ ടോട്ടൽ സിസ്റ്റത്തിന്റെ ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ലീനിയർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. P is equal to mv and it's a vector quantity. ഓക്കെ, ഡയറക്ഷൻ ഉണ്ട്. It can be negative, can be positive, it can be 0. Okay, kinetic energy of a system of a particle is 0. Kinetic energy ഒരു സിസ്റ്റത്തിന്റെ kinetic energy 0 ആണെന്നാണ് പറയുന്നത്. kinetic energy ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. kinetic energy is equal to half mv². വളരെ ഫേമസ് ആയിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ, പക്ഷെ ഇതൊരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. അതിന് ഡയറക്ഷൻ ഇല്ല, നെഗറ്റീവ് ആകാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ, അപ്പോ kinetic energy 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ഡയറക്റ്റ്ലി പറയാം v is equal to 0. അതായത് അയാൾ മൂവ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. കൈനറ്റിക് എനർജി ഒരാളുടെ 0 എന്ന് പറഞ്ഞാൽ ബൈ വിർച്യൂ ഓഫ് മോഷൻ കൊണ്ട് കിട്ടുന്ന ഒരു എനർജിയാണ് കൈനറ്റിക് എനർജി. ബൈ വിർച്യൂ ഓഫ് പൊസിഷൻ കൊണ്ട് കിട്ടുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് കൈനറ്റിക് എനർജി 0 എന്ന് പറഞ്ഞാൽ ദേ ആർ ഇൻ റെസ്റ്റ്, അല്ലെങ്കിൽ ആ ചങ്ങായി റെസ്റ്റിലാണ്. ഓക്കെ, ഇപ്പൊ v 0 ആണ്. പക്ഷെ മൊമെന്റം 0 ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? v 0 എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ, ഒരു പാർട്ടിക്കിൾ ഇങ്ങോട്ട് പോകുന്നത്, ഒരു പാർട്ടിക്കിൾ ഇങ്ങോട്ട് പോകുന്നു, ഈക്വൽ മാസ് ഉള്ള ഒരു പാർട്ടിക്കിൾ ഇങ്ങോട്ടും പോയാൽ ആ സിസ്റ്റത്തിന്റെ മൊമെന്റം 0 ആണ്. സ്റ്റിൽ ദേ ആർ ഇൻ മോഷൻ. കാരണം എന്താ? ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇങ്ങോട്ടുള്ളത് പോസിറ്റീവും ഇങ്ങോട്ടുള്ളത് നെഗറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്താൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 0. സോ സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിന്റെ മൊമെന്റം 0 ആണെന്ന് പറഞ്ഞാൽ ആ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ എന്തല്ല, റെസ്റ്റിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇഫ് ദ കൈനറ്റിക് എനർജി 0, വി ക്യാൻ ഈസിലി സേ ദാറ്റ് ദ സിസ്റ്റം ഈസ് ഇൻ റെസ്റ്റ്. ഓക്കെ, then അങ്ങനെയാണെങ്കിൽ 1 implies 2 but 2 does not imply 1. അങ്ങനെയാണോ? ലീനിയർ മൊമെന്റം 0 ആയാൽ കൈനറ്റിക് എനർജി 0 എന്ന് പറയാൻ പറ്റില്ലോ? ഒരിക്കലും ഇല്ല. അതാണ് ഞാൻ പറയുന്നത്. ലീനിയർ മൊമെന്റം 0 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇല്ല എന്ന് പറയാൻ പറ്റൂല. വെലോസിറ്റി 0 ആയാൽ മാത്രമേ കൈനറ്റിക് എനർജി 0 ഉള്ളൂ. 1 does not imply 2 but 2 implies 1. യെസ്, അതാണ് കറക്റ്റ് അല്ലേ? 1 does not imply 2 but 2 implies 1. ഓക്കെ, അതായത് കൈനറ്റിക് എനർജി 0 ആയാൽ മൊമെന്റം 0 ആകണം. ഓക്കെ, പക്ഷേ മൊമെന്റം 0 ആയാൽ കൈനറ്റിക് എനർജി 0 ആവണമെന്നില്ല. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ബോൾ ഓഫ് മാസ് 0.5 കിലോഗ്രാം is dropped from a height of 20 meter. Calculate its kinetic energy just before it hits the ground. കൈനറ്റിക് എനർജി ആണ് ചോദിച്ചിട്ടുള്ളത്. കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ എന്താണ്?
kinetic energy is equal to half mv square. Okay, so mass is given, we need to find velocity. Okay, അത് ഹിറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, ആക്സിലറേഷൻ ഉണ്ട്, which is acceleration due to gravity here. We need to find final velocity. v square is equal to u square plus 2as. Third equation of motion നമുക്ക് യൂസ് ചെയ്യാം. Okay, so v square is equal to u, ഡ്രോപ്പ് ചെയ്യുന്നതാണ്. സോ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. യു വിൽ ഗെറ്റ് 2g, s ന് പകരം h കൊടുക്കാം. ഓക്കെ, h പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് which is height here. Okay, so v is equal to root 2gh. ജസ്റ്റ് ഹിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉള്ള വെലോസിറ്റി എത്രയാണ്? root 2gh. root of 2 into g. What is g here? 10. What is h here? 20. Okay, so you will get 20 into 20 which is 400. അതിന്റെ റൂട്ട് എത്രയാണ്? 20 meter per second. Okay, so we just need to find half mv square. What is mass here? 1/2 or 0.5. Okay, 400. Okay, v in the square, v 20 ആണ്, so 20 in the square. Okay, so you will get 100 joule. Okay, 100 joule. Easy ആണ് ക്വസ്റ്റ്യൻ. ഇതിൽ നമുക്ക് v ഡയറക്ട്ലി തന്നിട്ടില്ലായിരുന്നു, പക്ഷേ ഡിസ്പ്ലേസ്മെന്റും ആക്സലറേഷൻ ഒക്കെ തന്നിട്ടുണ്ട്. സോ റൂട്ട് 2gh നമുക്ക് ഈസി ആയിട്ട് ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാവുന്നതാണ്. അടുത്തത് ഒരു ഫൈനൽ ഒരു ഫേമസ് റിലേഷൻ വെച്ചിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യൻ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. 2 masses m and 9 are moving with equal kinetic energies. The ratio of magnitudes of their momenta is. കൈനറ്റിക് എനർജി മാസിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്, മൊമെന്റത്തിന്റെ റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇപ്പൊ പഠിച്ചു വെച്ചോ, പി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഓർ പി സ്ക്വയർ ബൈ 2m ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിന്റെ മറ്റൊരു ഇക്വേഷൻ ആണിത്. ഓക്കെ, പല എൻട്രൻസ് എക്സാമിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ്. കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. ഓക്കെ, ഫൗണ്ടേഷനിലൊക്കെ സ്ഥിരമായിട്ട് കുട്ടികൾ പഠിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ ഈ ഇക്വേഷൻ ആലോചിച്ച് വെക്കുക, എന്നിട്ടോ നമുക്കിത് സോൾവ് ചെയ്യാം. മൊമെന്റത്തിന്റെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് പി സ്ക്വയർ ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഇൻറ്റു 2m എന്ന് എഴുതാം. ഓക്കെ, പി സ്ക്വയർ. ഓക്കെ, സോ ഇവിടെ നമുക്ക് പി ഇസ് ഈക്വൽ ടു റൂട്ട് 2ke ഇൻറ്റു എം എന്ന് എഴുതാം അല്ലെ, റൂട്ട് ke ഇൻറ്റു എം. ഓക്കെ, യെസ്. സോ ഇവിടുന്ന് എനിക്ക് p1 ബൈ p2 എഴുതണമെന്നുണ്ടെങ്കിൽ p1 ബൈ p2 വിച്ച് ഈസ് ആസ്ക്ഡ് ഹിയർ. ഓക്കെ, റൂട്ട് ഓഫ് 2 ഇൻറ്റു k1 ഇൻറ്റു m1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2 ഇൻറ്റു k2 ഇൻറ്റു m2. ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ റൂട്ട് 2, വാട്ട് ഈസ് k1 ഹിയർ? കൈനറ്റിക് എനർജിന്റെ റേഷ്യോ എന്താണ്? ഈക്വൽ കൈനറ്റിക് എനർജി ആണ്. ഓക്കെ, സോ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി അല്ലെ, ഈക്വൽ കൈനറ്റിക് എനർജി ആണ്. അപ്പോൾ 2 കോൺസ്റ്റന്റ് ആണ്, k1 ഉം k2 ഉം ഈക്വൽ ആണ്. സോ റൂട്ട് ഓഫ് m1 ബൈ m2 എന്ന് നമുക്ക് കിട്ടും. സോ ഈക്വൽ കൈനറ്റിക് എനർജി ഉള്ള രണ്ട് ഡിഫറെന്റ് മാസസിന്റെ മൊമെന്റത്തിന്റെ റേഷ്യോ ചോദിച്ചാൽ റൂട്ട് ഓഫ് m1 ബൈ m2 നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, റൂട്ട് ഓഫ് m1 ബൈ m2 എത്രയാണ്? 9:1, റൈറ്റ്? യെസ്, m and 9m. ഓക്കെ, സോ m ഡിവൈഡഡ് ബൈ 9m ഇന്റെ റൂട്ട്, അതായത് 1/3 എന്ന ആൻസർ വരും. 1/3. ഓക്കെ, 1/3 മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പി സ്ക്വയർ ബൈ 2m. അത് എവിടുന്നാണ് കിട്ടുന്നത്? ആക്ച്വലി ഹാഫ് mv സ്ക്വയർ ആണ്. ഹാഫ് mv സ്ക്വയർ ആണ്. mb നോക്കെ, mb ആണ് നമ്മളെ മൊമെന്റത്തിന്റെ ഇക്വേഷൻ. ഇതിന് ഞാൻ എന്ത് ചെയ്തു? രണ്ടുപേർത്തും സ്ക്വയർ ചെയ്തു. ഓക്കെ, സോ ദിസ് ഈസ് പി സ്ക്വയർ, m സ്ക്വയർ v സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ചെയ്തു. ഓക്കെ, ഡിവൈഡഡ് ബൈ 2m ചെയ്താൽ ഓക്കെ, ഈ എമ്മും ഈ എമ്മും കട്ടായി പോകും. സോ വാട്ട് ഈസ് ലെഫ്റ്റ് ഹിയർ? ഹാഫ് mv സ്ക്വയർ. ഓക്കെ, സോ ഡെറിവേഷൻ നിങ്ങൾ അപ്പോൾ ആവശ്യമില്ല, പക്ഷെ നിങ്ങൾ ഇവിടെ ഒന്ന് നോക്കാം. ഓക്കെ, ഈ ഇക്വേഷൻ ആലോചിച്ച് വെച്ചിട്ട് പോവാം. വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ബുള്ളറ്റ് ഓഫ് മാസ് 10 gram മൂവിംഗ് വിത്ത് വെലോസിറ്റി ഓഫ് 400 meter per second embeds itself in a wooden block. Find its kinetic energy just before impact. കൈനറ്റിക് എനർജിയാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാം ഗിവൻ ആണ്, മാസ് ഗിവൻ ആണ്, വെലോസിറ്റി ഗിവൻ ആണ്. ജസ്റ്റ് ഹാഫ് mv സ്ക്വയർ ചെയ്താൽ മതി. ഓക്കെ, ഹാഫിന്റെ വാട്ട് ഈസ് മാസ് ഹിയർ? 10 gram ആണ്. ഇവിടെ ആകെയുള്ള ഒരു ട്വിസ്റ്റ്, ആ ഗ്രാം കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണം. ബിക്കോസ് മാസിന്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ്. സോ 10 ഇൻറ്റു 10⁻³ ഓക്കെ, ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻറ്റു 10⁻³ വേണം ചെയ്യാൻ. വാട്ട് ഈസ് വി ഹിയർ? 400. സോ 400 സ്ക്വയർ. ഓക്കെ, so you will get 5 into 10⁻³ into 5 into 10⁻³ into 16 into 10⁻⁴.
ഓക്കെ സോ 5 into 16 എത്രയാ 80 80 into 10 which is 800 joule. Okay 800 joule. Okay so 10 raised to 4 into 10 raised to minus 3 10 വരും so 5 into 16 80 ആണ് സോ ബാക്കി ഒരു 10 കൂടെ ഉണ്ടാവും 80 into 10 800 joule. ഓക്കെ കാൽക്കുലേഷൻ നിങ്ങളെ പേസിൽ ചെയ്ത് നോക്കാം. ഓക്കെ അടുത്ത വളരെ ഈസി ആയിട്ടുള്ള ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. According to the law of conservation of energy, which of the following is true for a freely falling body? ഒരു ബോഡി ഫ്രീലി ഫോളിംഗ് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങളെ മാക്സിമം ഹൈറ്റിൽ ഇയാൾക്ക് മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ആണ്. അതിങ്ങനെ താഴോട്ട് എത്തുന്നതോറും വെലോസിറ്റി കൂടി വരും. വിച്ച് മീൻസ് ആ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറുകയാണ്. ഏറ്റവും താഴെ എത്തുമ്പോൾ ഗ്രൗണ്ടിൽ എത്തുമ്പോൾ ഇയാളെ കൈനറ്റിക് എനർജി മാക്സിമം ആകും. അതായത് മുകളിലുള്ള പൊട്ടൻഷ്യൽ എനർജി മൊത്തം കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. താഴെ എത്തുമ്പോൾ മാക്സിമം കൈനറ്റിക് എനർജി സീറോ പൊട്ടൻഷ്യൽ എനർജി. മുകളിലെത്തുമ്പോൾ സീറോ കൈനറ്റിക് എനർജി മാക്സിമം പൊട്ടൻഷ്യൽ എനർജി. Okay so the total mechanical energy increases as the object falls. No, mechanical energy is conserved. Okay the sum of kinetic and potential energy remains constant throughout the fall. Okay throughout the fall എന്താണ് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ്. Okay remains constant. Kinetic energy remains constant while potential energy decreases. തെറ്റാണോ? Potential energy is converted entirely into heat energy during fall. No. Okay പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് വെലോസിറ്റി ഉള്ളത്. Okay വെലോസിറ്റി ഉള്ള ഒരാൾക്ക് കൈനറ്റിക് എനർജി ഉണ്ട്. യെസ് എ ബോഡി ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വാർഡ് അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് ഇറ്റ്സ് ട്രാജക്ടറി വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഒരു ബോഡി ഞാൻ എന്ത് ചെയ്തു മാക്സിമം മുകളിലോട്ട് ത്രോ ചെയ്തു അതിന്റെ മാക്സിമം ഹൈറ്റിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? ബോത്ത് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ആർ സീറോ. നോ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി സീറോ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഈസ് മാക്സിമം kinetic energy is zero and potential energy is maximum. Option C. ഓക്കെ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. മുകളിൽ എത്തുമ്പോൾ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി മിനിമം കൈനറ്റിക് എനർജി. താഴെ എത്തുമ്പോൾ വെലോസിറ്റി മാക്സിമം ആകുമ്പോൾ എന്താണ് മാക്സിമം കൈനറ്റിക് എനർജി. അത് ഗ്രൗണ്ടിലാണെങ്കിൽ H0 mgh ആണ് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ. സോ H0 ആവും V മാക്സിമം ആകും പൊട്ടൻഷ്യൽ എനർജി സീറോ കൈനറ്റിക് എനർജി ഇസ് മാക്സിമം. ഓക്കെ ഇവിടെ നമുക്ക് കൺസർവേഷൻ ഓഫ് എനർജി അല്ലെ എനർജി കൺസേർവ്ഡ് ആണ്. പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് അല്ലേ. ഇവിടെ നോക്കി ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇതിന്റെ ഒരു ഓസിലേഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. സോ ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്തു ഈ ബോൾ ഇതാ ഇങ്ങോട്ട് ലിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് ഇത് മാക്സിമം ഹൈറ്റ് ആണ് അല്ല. ഞാൻ അവിടുന്ന് റിലീസ് ചെയ്താൽ ഇയാളിങ്ങനെ താഴോട്ട് ഇറങ്ങും. സ്പീഡ് കൂടി ഇവിടെ എത്തുമ്പോൾ മാക്സിമം സ്പീഡ് ആവും അല്ലെ. അപ്പൊ ആ പോയിന്റിൽ മാക്സിമം കൈനറ്റിക് എനർജി. ഓക്കെ പൊട്ടൻഷ്യൽ എനർജീസ് മിനിമം. നമ്മൾ ഈ ഒരു ഹൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഇതൊരു സർഫസ് ആയിട്ട് റെഫറൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഹൈറ്റ് സീറോ ആണ് മാക്സിമം കൈനറ്റിക് എനർജി. പിന്നീട് ആ കൈനറ്റിക് എനർജി ആണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ സോ ഇവിടെ മാക്സിമം കൈനറ്റിക് എനർജി കൂടി പൊട്ടൻഷ്യൽ എനർജി ഇവിടെ മാക്സിമം. കൈനറ്റിക് എനർജി കുറഞ്ഞ് സീറോ കൈനറ്റിക് എനർജി ഇവിടെ. അഗെയിൻ കൈനറ്റിക് എനർജി കൂടി ഇവിടെ മാക്സിമം കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞ് മിനിമം പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ ലോജിക്കലി ഈസിയാണ്. ഓക്കെ അപ്പൊ ഹൈറ്റ് കുറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി കുറയും, വെലോസിറ്റി കൂടിയാൽ കൈനറ്റിക് എനർജി കൂടും. അടുത്തത് a net force of 40 Newton acts on a 5 kilogram object initially at rest and it displaces it by 6 meter. Using the work energy theorem, calculate its final velocity. Work energy theorem. എന്താണ് വർക്ക് എനർജി തിയറം പറയുന്നത്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ. അതായത് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു KE ഫൈനൽ മൈനസ് KE ഇനീഷ്യൽ. ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി വിച്ച് ഈസ് ഈക്വൽ ടു half m VF square minus half m V initial square. VF എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, VI എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി. ഓക്കെ സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇനി ക്വസ്റ്റ്യനോട്ട് നോക്കാം. ഓക്കെ അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ വേണം. വർക്ക് ഡൺ ഈസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഓക്കെ യെസ് എ നെറ്റ് ഫോഴ്സ് ഓഫ് 40 Newton acts on a 5 kilogram object initially at rest and it displaces it by 6 meter. അപ്പോൾ ഇവിടുത്തെ വർക്ക് ഡൺ എത്രയാണ്? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 40 into 6. ഒരേ ഡയറക്ഷനിലാണ്. സോ എഫ് ഇൻറ്റു എസ് ഇൻറ്റു കോസ് 0. ഓക്കെ സോ എഫ് എസ് 40 into 6 എത്രയാണ്? 240 ജൂൾ. അതാണ് ഇവിടുത്തെ വർക്ക് ഡൺ. ഓക്കെ ഇനി ഇതാണ് ഇവിടുത്തെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. സോ 240 ഇസ് ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു അല്ലെങ്കിൽ ഹാഫ് എം വി എഫ്
സ്ക്വയർ മൈനസ് വി ഐ സ്ക്വയർ ഉണ്ടാവും. പക്ഷെ ഇത് ഇനീഷ്യലി അറ്റ് റെസ്റ്റ് ആണ്. സോ വി ഐ 0, വി ഐ സ്ക്വയർ 0, ഹാഫ് എം വി ഐ സ്ക്വയർ. ഈ ടേം കംപ്ലീറ്റ്ലി 0 ആയി പോകും. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഹാഫ് എം വി എഫ് സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, സോ വി എഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 into 240. 2 into 240 divided by mass. What is mass here? 5. Okay, 5. Yes. അപ്പോൾ 200 എത്ര 5 ഉണ്ട്? 40. Okay, 40 പിന്നെ 40 ൽ 5 എന്ന് പറഞ്ഞാൽ 48, right? 48. 2 into 48. 80 and 90. 96, right? Yes, 96. അപ്പോൾ വി എഫ് ഇസ് ഈക്വൽ ടു √96. അത് മാച്ച് ചെയ്യുന്ന ആൻസർ ഏതാണ്? √96. ഇത് എന്തെങ്കിലും പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കാം. √81 എന്ന് പറഞ്ഞാൽ 9 ആണ്. √100 എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ 19 10ന്റെ ഇടയിലുള്ള ഒരു നമ്പറാണ്. ക്ലോസ് ടു 10 ആണ്. അങ്ങനത്തെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, 9.8. ഓക്കെ, സോ ദിസ് മസ്റ്റ് ബി 9.8 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഈസിയാണ് കാര്യങ്ങൾ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A car of mass 1000 kg is moving at 20 meter per second, brought to rest by a constant braking force over a distance of 50 meter. Okay, find the braking force using the work energy theorem. ഇവിടെ നമ്മളോട് ബ്രേക്കിംഗ് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് യൂസിങ് വർക്ക് എനർജി തിയറം. ഒരു കാറ് 20 മീറ്റർ പെർ സെക്കൻഡിൽ പോവാണ്, അയാൾ റെസ്റ്റിലെത്തി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്രേക്കിംഗ് ഫോഴ്സ് എത്രയാണെന്നാണ് ചോദ്യം. ഡിസ്റ്റൻസ് നിന്നിട്ട് 50 മീറ്റർ. അപ്പോൾ ഇവിടെ നോക്കിയാൽ വർക്ക് എനർജി തിയറം പറയുന്നത് വർക്ക് ഇസ് ഈക്വൽ ടു ഹാഫ് എം വി എഫ് സ്ക്വയർ മൈനസ് ഹാഫ് എം വി ഐ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം, ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്. സോ വർക്കിന് നമുക്ക് എഫ് ഇൻറ്റു എസ് എന്ന് എഴുതാം. ഓക്കെ, സോ ഹാഫ് എം വി എഫ് സ്ക്വയർ മൈനസ് ഹാഫ് എം വി ഐ സ്ക്വയർ. ഓക്കെ, എന്തിനാണ് നമ്മൾ എഫ് ഇൻറ്റു എസ് കോസ് തീറ്റ എന്ന് ഒഴിവാക്കുന്നത്? ബിക്കോസ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ ഒരേ ഡയറക്ഷൻ ആണ്, അല്ലെങ്കിൽ അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് പാരലൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കോസ് തീറ്റ ഒഴിവാക്കാം. കാരണം കോസ് 0 1 ആണ്, കോസ് 180 മൈനസ് 1 ആണ്. ഓക്കെ, അപ്പോൾ ആ ടേം ഒഴിവാക്കാം. ഇഫ് ഇറ്റ് ഈസ് പാരലൽ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, സോ ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഞാനിത് ഹാഫ് എം വി എഫ് സ്ക്വയർ മൈനസ് ഹാഫ് എം വി ഐ സ്ക്വയർ കണ്ടുപിടിക്കാൻ പോകണം. ഇവിടെ വി ഫൈനൽ 0 ആണ്, കാരണം റെസ്റ്റിലോട്ടാണ് എത്തുന്നത്. സോ യു വിൽ ഗെറ്റ് ഹാഫ് ഇൻറ്റു വാട്ട് ഈസ് മാസ് ഹിയർ? 1000 kilogram, 10⁻³ into വി ഐ സ്ക്വയർ. വാട്ട് ഈസ് ഇനീഷ്യൽ വെലോസിറ്റി? 20 meter square. സോ 20 മീറ്ററിന്റെ സ്ക്വയർ 400. 4 into 10 square എന്ന് എഴുതാം. ഓക്കെ, സോ ദിസ് ഈസ് എഫ് ഇൻറ്റു എസ്. വി നീഡ് ടു ഫൈൻഡ് എഫ്. ഓക്കെ, സോ മൈനസ് 1/2 into 10⁵ into 4 divided by what is s here? s നോക്ക് 50 meter. Okay, 50 meter. Okay, so 2 into 50 100 ആണ്. 100ഉം 10⁵ കട്ടായി പോകും. 10⁵3 വരും. 10⁵3 into 4 minus 10⁵3 into 4 which is minus 4000. Okay, 4000 Newton. Okay, അപ്പോൾ നെഗറ്റീവ് സൈൻ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, ബിക്കോസ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ബ്രേക്കിംഗ് ഫോഴ്സ് ഈസ് ആൻ ഓപ്പോസിംഗ് ഫോഴ്സ്. ഓക്കെ, അയാൾ മൂവ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് ബ്രേക്കിംഗ് ഫോഴ്സ് വരുന്നത്. അത് മാത്രമാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 4000 Newton. ഓക്കെ, 4000 Newton. അടുത്തത് യെസ്, വർക്ക് എനർജി തിയറം ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. ഇക്വേഷൻ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. നമ്മൾ 2 ക്വസ്റ്റ്യനിൽ അത് യൂസ് ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിലേഷൻ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു തിയറമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ മാൻ ഓഫ് മാസ് എ 80 kilogram runs upstairs in 12 seconds. ഓക്കെ, അതായത് അപ്സ്റ്റേഴ്സ് 80 kilogram മാസിൽ ഒരാള് 12 സെക്കൻഡില് ഒരു സ്റ്റേഴ്സ് കയറുന്നു. ഓക്കെ, അനദർ മാൻ ബി ഓഫ് മാസ് 60 kilogram runs up the same staircase in 11 seconds. ഓക്കെ, 2 ഡിഫറെന്റ് മാസുള്ള ആൾക്കാരുണ്ട്, 80 60. ഇവര് സെയിം സ്റ്റെയർ കേസസ്. ഒരാൾ 12 സെക്കൻഡോട് കയറുന്നു, മറ്റൊരാൾ 11 സെക്കൻഡോട് കയറുന്നു. റേഷ്യോ ഓഫ് പവർ ആണ് ചോദിച്ചിട്ടുള്ളത്. പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. ഓർമ്മ, പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. ഓക്കെ, റേറ്റ് ഓഫ് വർക്ക് ആണ് പവർ. സോ പവറിന്റെ യൂണിറ്റ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, വാട്ട് അല്ലെ, വാട്ട്. സോ വർക്ക് ഇവിടെ എന്താണ്? mgh ആണ്. സോ mgh ബൈ ടി ആണ്. സോ P1 ബൈ P2 ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, രണ്ടാളെ പവറിന്റെ റേഷ്യോ. എങ്ങനെ വരാം? m1gh ഡിവൈഡഡ് ബൈ T1 ഡിവൈഡഡ് ബൈ m2gh ഡിവൈഡഡ് ബൈ T2. ഈ g കട്ടായി പോവും. h, രണ്ടാളും സെയിം സ്റ്റെയർ കേസ് ആണ് കയറി പോകുന്നത്. സോ hും ഈക്വൽ ആയിരിക്കും. സോ P1 ബൈ P2 യു വിൽ ഗെറ്റ്
m1 by t1 into t2 by m1. Okay, so what is m1 here? 80. What is t1 here? 12. So 80 divided by 12 into what is t2 here? What is t2 here? Sorry, my bad. Yes, what is t2 here? 11 seconds. 11 seconds divided by 60 kilogram. Okay, so yes, this is m2. Okay, yes, 60 kilogram. Is 0 cut ആയി പോകും. 8 into 11, 88. Okay, yes, ഇവിടെ തന്നെ കട്ടായി കളയല്ലേ. 8 4 ആകും, 6 3 ആകും. സോ 4 12 വീണ്ടും കട്ടായി പോകും, 3 വരും. ഓക്കെ അല്ലേ, 3 വരും. സോ 11 by 9. 11 by 9 ആണ് ആൻസർ. 11 by 9 ഓപ്ഷൻ ബി. ഓക്കെ, ഒന്നുമില്ല, റേഷ്യോ കാണാം, കട്ടായി പോകുന്നതൊക്കെ കട്ടാക്കി കളയാം, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആൻസറിലെത്താം. ഓക്കെ, എ മോട്ടോർ lifts a load of 200 kilogram to a height of 12 meter in 8 seconds. Calculate the power. Power എത്രയാണ്? വർക്ക് ബൈ ടൈം ആണ്. വാട്ട് ഈസ് വർക്ക് ഹിയർ? mgh ആണ്, ഡിവൈഡഡ് ബൈ ടൈം. സോ വാട്ട് ഈസ് m ഹിയർ? 200 kilogram. വാട്ട് ഈസ് g ഹിയർ? ഓക്കെ, g നമുക്ക് 10 ആക്കി എടുക്കാം. ഓക്കെ, what is h here? 12 meter divided by what is time here? 8 seconds. Okay, so again ഇതെല്ലാം നമുക്ക് കട്ടായി കളയാം അല്ലേ. 3 2 ഈ 2 വീണ്ടും കട്ടായി പോകും. സോ 3000 അല്ലേ, 3000 വാട്ട് എന്ന് നമുക്ക് ആൻസർ വരും. ഓക്കെ, ഈസിയാണ് കാര്യങ്ങൾ. mgh/t ചെയ്യാം, പരിപാടി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിൽ 3000 കുറച്ച് കുറഞ്ഞ വാല്യൂ ആയിരിക്കും വരിക, കാരണം g നമുക്ക് ചിലപ്പോൾ 9.8 എടുക്കേണ്ടി വരും. അപ്പോൾ 10 എന്നാണ് പൊതുവേ ക്വസ്റ്റ്യനിൽ തരും, g 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എടുക്കാം എന്നുള്ളത്. ഇനി അഥവാ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 10 എടുത്ത് ചെയ്തിട്ട് അതിനോട് മാച്ച് ചെയ്യുന്ന ഒരു ആൻസർ, അതിന് തൊട്ട് താഴെയുള്ള ഒരു ആൻസർ നമ്മൾ പിക്ക് ചെയ്യാം. ഓക്കെ, ലോജിക്കലി. യെസ്, പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. പവറിന്റെ യൂണിറ്റ് വാട്ട്. യെസ്, എഫിഷ്യൻസി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് എഫിഷ്യൻസി? ഒരാൾ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം ഔട്ട്പുട്ട് അല്ലെ, കിട്ടുന്ന സമയം കൊണ്ട് മാക്സിമം ഔട്ട്പുട്ട്. എഫിഷ്യൻ്റ് ആയിട്ട് പഠിക്കുക പറഞ്ഞാൽ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് പഠിക്കാം അല്ലെ, നന്നായിട്ട് പഠിക്കാം. അതാണ് നമ്മൾ എഫിഷ്യൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വർക്ക് എനർജിയിലെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ പി ഔട്ട് അല്ലെങ്കിൽ ഔട്ടിൽ കിട്ടുന്ന സാധനം ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കൊടുക്കുന്ന സാധനം ഇൻറ്റു 100. നമ്മൾ പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ ഇൻറ്റു 100 കൂടി ചെയ്യണം. ഓക്കെ, സോ ഇവിടെ എഫിഷ്യൻസി കാണാം. എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു ഔട്ടിൽ നമുക്ക് എത്ര കിട്ടുന്നത്? എനർജിയാണ്, ഡിവൈഡ് ബൈ ടൈം ചെയ്യുമ്പോൾ ടൈം കട്ടായി പോകും. സോ എനർജീൻ്റെ റേഷ്യോ കണ്ടാൽ മതി. ഓക്കെ, മെഷീൻ റിസീവ്സ് 8000 ജൂൾ ഓഫ് എനർജി ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ താഴെ 8000, മുകളിൽ 6000, അതാണ് ഔട്ട്പുട്ട്. ഓക്കെ, സോ 6/8 into 100. 6/8 into 100 which is 3/4 into 100. 3/4 into 100 എന്ന് പറഞ്ഞാൽ 75%. 3/4 പറഞ്ഞാൽ എന്താ? മുക്കാൽ അല്ലെ, മുക്കാൽ. 3/4 0.75 ആണ്. ഇൻറ്റു 100 75%. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഈസി ആയുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻ ഇലക്ട്രിക് മോട്ടോർ വിത്ത് 80% എഫിഷ്യൻസി കൺസ്യൂംസ് 500 watt of power of electric power. Calculate the useful mechanical output of the motor. അതായത് എഫിഷ്യൻസി തന്നിട്ടുണ്ട് 80% ആണ്. സോ 80 is equal to P out divided by P in into 100. Okay, so 80 is equal to what is P out here? That we need to find out. Okay, divided by what is P in here? 500 into 100. Okay, so 0 കട്ടായി പോകും. P out is equal to 5 into 80. 800ന്റെ പകുതി, that is 400 watt. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കാം, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 500 വാട്ട് ഇയാൾ കൺസ്യൂം ചെയ്യുന്നു, എടാ അത് 80%-ലാണ് ഇയാളെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 20%-ന്റെ കുറവ് ഇവിടെ ഉണ്ടാവും. 500ന്റെ 20% എത്രയാണ്? 500 10% 50 ആണ്. സോ 20% 100 ആണ്. സോ 500 മൈനസ് 100 ചെയ്താൽ ആൻസർ ആയി. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇക്വേഷനിൽ ഇട്ടുന്നേ ഉള്ളൂ. നമുക്ക് ആലോചിച്ച് നോക്കിയിട്ട് വേഗത്തിൽ ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് അങ്ങനെ ഉണ്ടാവും നമ്മളെ ഇങ്ങനത്തെ ഇതിൽ. ഓക്കെ, നമ്മളെ കോമ്പറ്റേറ്റീവ് എക്സാമിനെ ചിലപ്പോൾ നമുക്ക് വേഗത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നമ്മൾ ആദ്യം പിക്ക് ചെയ്തിട്ട് വേഗം ആൻസർ ചെയ്യാന്നുള്ളതാണ്. ദെൻ ആണ് നമ്മൾ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കാം. ഓക്കെ, ആൻ ഇലാസ്റ്റിക് കൊളിഷൻ in an elastic collision between two bodies of equal mass where one body is initially at rest, which outcomes is correct after a head on collision? എടാ ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയും മൊമെന്റും കൺസേർവ്ഡ് ആയിട്ടുള്ള കൊളീഷൻ. അങ്ങനത്തെ ഒരു കൊളീഷനിൽ ഞാൻ സെയിം മാസിൽ ഒരു ഒബ്ജക്റ്റിനെ, ഒരാളെ റെസ്റ്റിൽ മറ്റൊരാളെ ഒരു വെലോസിറ്റിയിൽ എറിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നറിയടാ? ഇവിടെ ഹിറ്റ് ചെയ്തിട്ട് ഇയാളെ
എത്ര വെലോസിറ്റിയിലായിരുന്നു ഇയാൾ പോയത്, ആ വെലോസിറ്റിയിൽ ഇയാൾ മുന്നോട്ട് പോകും, ഇയാൾ ഇവിടെ സ്റ്റക്ക് ആവും. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ചില നമ്മൾ ഈ മറ്റേ ഗോലി കൊണ്ടൊക്കെ കളിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നമ്മൾ സെയിം മാസിൽ ഒരു ഗോലിനെ മറ്റൊരു മാസം കൊണ്ട് ഹിറ്റ് ചെയ്താൽ ഇയാൾ ഇവിടെ ചെന്നിട്ട് സ്റ്റോപ്പ് ആവും, ഇയാൾ മുന്നോട്ട് പോകും. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് ഇലാസ്റ്റിക് കൊളീഷൻ, ഇയാൾ ഇതാ വന്ന സ്ഥലത്ത് നിൽക്കും, ഇയാൾ ഏത് വെലോസിറ്റിയിലാണ് വന്നത് ആ വെലോസിറ്റിയിൽ ഇയാൾ മുന്നോട്ട് പോവുകയും ചെയ്യും. ഓക്കെ, പെർഫെക്റ്റ് ഇലാസ്റ്റിക് കൊളീഷൻ. So the moving body comes to rest and the initially stationary body moves off with the velocity the first body originally had. So option B ആണ് correct answer. Okay, so last question ലോട്ട് നമ്മൾ പോകുന്നത് a ball of mass 2 kg moving at 6 meter per second collides head on with a stationary ball of mass 4 kg and they stick together after the collision. Find their common velocity after the collision. ഇവിടെ നിങ്ങൾ ഇലാസ്റ്റിക് ആണോ ഇലാസ്റ്റിക് ആണോ എന്ന് ആലോചിക്കേണ്ട, മൊമെന്റം കൺസേർവ്ഡ് ആണ്. P final is equal to P initial, അല്ലെങ്കിൽ മൊമെന്റം ബിഫോർ കൊളീഷൻ ഇസ് ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. എന്താ സംഭവിക്കുന്നത്, ഒരു ബോളിന്റെ 2 kg മാസുള്ള അയാൾ എന്ത് ചെയ്യണം, 6 meter per second വരാണ്, കൊളൈഡ്സ് ഹെഡ് ഓൺ വിത്ത് എ സ്റ്റേഷനറി ബോൾ ഓഫ് മാസ് 4 kg. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള മൊമെന്റം നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, 6 kg ഉള്ള ഒരു ഒബ്ജക്റ്റ് 2 kg ഉള്ള ഒബ്ജക്റ്റ് 6 meter per second വരുന്നു, പ്ലസ് 4 kg ഉള്ള ഒരു ഒബ്ജക്റ്റ് 0 meter per second അവിടെ നിൽക്കുന്നു. സോ 2 into 6 12 ആണ് ഇനിഷ്യൽ മൊമെന്റം, വിച്ച് ഈസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം. വാട്ട് ഈസ് ദ ഫൈനൽ മൊമെന്റം? നമ്മൾ ഇങ്ങനെ കാണാം, രണ്ടാളും കൂടി ഒരുമിച്ചാണ് പോകുന്നത്. രണ്ടാളും കൂടി ഒരുമിച്ച് പോയാൽ എത്ര മാസ് ഉണ്ടാവും? ഒരാളത് 2 ആണ്, ഒരാളത് 4 ആണ്. സോ 6 into വെലോസിറ്റി ഓഫ് ദാറ്റ് കമ്പൈൻഡ് ബോഡി. രണ്ടാം കൂടി ഒരുമിച്ചാണ് പോകുന്നത്, രണ്ടാൾക്കും ഒരേ വെലോസിറ്റി ഉണ്ടാവുക. ആ വെലോസിറ്റിയാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. V is equal to 12/6 which is equal to 2 meter per second എന്ന ആൻസർ വരും. ഓപ്ഷൻ ബി. കൺസർവേഷൻ ഓഫ് മൊമെന്റം ചെയ്താൽ വളരെ ഈസി ആയിട്ട് ആൻസറിലോട്ട് എത്താം. ഒരാളെ ഒരു പെർട്ടിക്കുലർ സ്പീഡിൽ വരുന്നു, മറ്റേ ആൾ അവിടെ റെസ്റ്റിൽ നിൽക്കുന്നു. സോ ഇനീഷ്യൽ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇയാൾ മൊമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഹിറ്റ് ചെയ്യുന്നു, ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു. സോ മൊമെന്റം ബിഫോർ കൊളീഷൻ ഇയാൾ മൊമെന്റം കാൽക്കുലേറ്റ് ചെയ്യുക, മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ ഇത് കമ്പൈൻ ചെയ്തിട്ടുള്ള മാസ് എടുക്കുക ഇൻറ്റു വെലോസിറ്റി ദാറ്റ് വി നീഡ് ടു ഫൈൻഡ്. ഓക്കെ, ഈസിയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചെറിയൊരു ലൈവിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, കുറച്ച് പ്രോബ്ലംസും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്, ഇങ്ങനത്തെ പ്രോബ്ലംസ് സ്ഥിരമായിട്ട് ഫൗണ്ടേഷനിലൊക്കെ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും, അല്ലാത്തവർക്ക് ഇനീഷ്യലി ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സോ നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ യൂട്യൂബിലെ കമൻസ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അഗെയിൻ ഞാൻ പറയുന്നത് എല്ലാവരും പോയിട്ട് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, വീഡിയോ കാണുന്ന ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോയി രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് എഴുതുമ്പോഴാണ് നമ്മളൊരു കോമ്പറ്റീറ്റീവ് ലെവൽ എവിടെ നിൽക്കുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ എക്സാംസ് എഴുതാം. ഓക്കെ, എക്സാം എഴുതുക, നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സാൻവൈ ഫൗണ്ടേഷൻ കോഴ്സിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്സ് കിട്ടും. നല്ല റാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ക്യാഷ് പ്രൈസസ് ഓൾസോ. ഓക്കെ, കൂടുതൽ പൈസ ഒന്നുമില്ല രജിസ്റ്റർ ചെയ്യാൻ. എല്ലാവരും പോയി രജിസ്റ്റർ ചെയ്യുക, ഓഫ്ലൈൻ ടെസ്റ്റ് എടുക്കുക. ഒരു എക്സാമിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എഴുതുന്നത് വളരെ നല്ലതാണ് ഭാവിയിലെ എക്സാംസിനൊക്കെ. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം ഔട്ട്പുട്ട് എടുക്കുക. ഓൾ ദി ബെസ്റ്റ്.